പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ അല്ലെ ദുബായിലും UAE-യിലൊക്കെ നമ്മൾ ഈ നെറ്റ്വർക്കിങ്ങിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ ഒരു സക്സസ്സിൽ. കാര്യം നമുക്ക് പൊതുവെ പറയലുണ്ട് എത്ര ആൾക്കാരെ പരിചയമുണ്ടോ അത്രയും ബിസിനസ് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള. അപ്പോൾ ആ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വരുന്ന ഒരു ബിസിനസ്സുകാർ നെറ്റ്വർക്കിംഗ് ചെയ്യണം, ആ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതിൽ അത് ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ സ്കൂളിലായാലും ഏത് ക്ലാസ്സുകളിലായാലും ഈ നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ തന്നെ നെറ്റ്വർക്ക് ടു നെറ്റ്വർത്ത് എന്നുള്ളത് ഒരു സാധാരണ എല്ലാവരും സംസാരിക്കുന്ന ഒരു വാക്യമാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ IPA എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം തന്നെ എടുത്തു, നിങ്ങളിപ്പോൾ ഉദാഹരണം പറഞ്ഞു. നമ്മളൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ആ ബിസിനസ് സാമ്രാജ്യത്തിൽ നമ്മൾ രാജാവാണ്, കിങ്ങാണ്. അപ്പോൾ ആ രാജാവ് അതിന് ഭരിക്കാനായിട്ടുള്ള നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നിയമം, നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ ചുറ്റുപാട്, നമ്മളുണ്ടാക്കുന്ന ആ ഒരു ചെറിയ സർക്കിൾ, അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങിച്ചെന്ന് നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഈ രാജ്യത്തിനെ നമുക്ക് വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റാൻ പറ്റുന്നു, അവിടെ ചക്രവർത്തി ആവാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. നമ്മളെക്കാൾ നന്നായിട്ട് റൂൾ ചെയ്യുന്ന രാജാക്കന്മാരെ കാണാം. ഞാൻ ഈ രാജാവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഓരോ ബിസിനസ്സുകാരും ഒരു കിങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ കാരണം അത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു, അതിൻ്റെ കീഴിൽ ഒരുപാട് പേർക്ക് പിന്നെ ജീവിതമാർഗ്ഗമാവുന്നു, അവരുടെ കുടുംബങ്ങൾ അതോടൊപ്പം സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഓരോ ഏത് സംരംഭം തുടങ്ങുമ്പോഴും അതോടൊപ്പം രക്ഷപ്പെടുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം മാത്രമല്ലല്ലോ. അപ്പോൾ അവരെല്ലാവരും രാജാക്കന്മാർ തന്നെയാണ്. നമ്മളുടെ ചിന്താഗതികൾ, കാര്യം നമ്മളെക്കാൾ വളർന്നവരുണ്ടാവും അല്ലെങ്കിൽ പല ലെവലിലുള്ള പല രീതിയിൽ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ചിന്താഗതികൾ, നമ്മളുടെ വിഷനൊക്കെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരം നെറ്റ്വർക്കിംഗ് സഹായിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിൽ പല പ്രതിസന്ധികൾ വരുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം അത് പലപ്പോഴും പല ക്ലാസ്സുകളിലും കേട്ടിട്ടുള്ള കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുന്നു. അതായത് നമ്മുടെ സർക്കിൾ എന്താണോ അതിൻ്റെ ആവറേജാണ് നമ്മളെന്ന് പറയും. അതെ അതെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സൗഹൃദ വലയത്തിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻസ്, അത് വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കുമ്പോഴും നമ്മൾ ബിസിനസ് സംസാരിക്കും. ഒരു ബിസിനസ്സുകാരല്ലാത്ത ഒരാൾക്ക് ഞങ്ങളുടെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വെറും പണം, ബിസിനസ് അല്ലെങ്കിൽ ചർച്ചകൾ മുഴുവൻ അതാണെന്നാണ് അവർക്ക് പൊതുവെ പുറത്തുനിന്നുള്ള ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ അതിന് അപ്പുറത്തോട്ട് ആ ചർച്ചകളാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരുപാട് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. IPA സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു യാത്ര പോയി, കപ്പൽ യാത്ര. അത് പിന്നെ മലേഷ്യ, തായ്ലാൻഡ്, അതുപോലെ സിംഗപ്പൂർ, ഒരു ക്രൂയിസ് ഷിപ്പ് എടുത്തിട്ട്. അപ്പോൾ ആ ക്രൂയിസ് ഷിപ്പിനകത്ത് 5 ദിവസത്തോളം ബിസിനസ്സുകാർ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ അടുത്ത് യൂറോപ്പിലേക്കും വീണ്ടും യാത്ര നടത്തി. അതിൽ എനിക്ക് ഭാഗമാവാൻ സാധിച്ചില്ല, ഞാൻ മറ്റൊരു യാത്രയിലായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്നു 10-60 പേര്. അപ്പോൾ ഈ യാത്രകൾ കഴിഞ്ഞ് വന്ന ആളുകൾ തമ്മിൽ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയായിട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഇവരെല്ലാവരും കൂട്ടിച്ചേർന്നുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കൺസോർഷ്യം, അതായത് ഓരോ വ്യക്തികളും ഒരു 1 മില്യൺ ദിർഹംസ് ഒക്കെ ഇട്ട് 10 പേര് ചേരുമ്പോൾ 10 മില്യൺ ദിർഹംസ്, അല്ല 20 പേര് ചെല്ലുമ്പോൾ 20 മില്യൺ ദിർഹംസ് ആയി. ഈ കൺസോർഷ്യം പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതെല്ലാം നെറ്റ്വർക്കിലൂടെ മാത്രം ഉണ്ടാകുന്ന വലിയ പിന്നെ അനുഗ്രഹങ്ങളാണ്. കാരണം ഒരു ബ്രെയിനല്ല ഒരു കൺസോർഷ്യത്തിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ആ കൺസോർഷ്യത്തിൽ 10 ബ്രെയിൻ വർക്ക് ചെയ്യും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ഡിസ്കഷനിലോട്ട് വരും. മറ്റൊന്ന്, ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഇൻഡിവിജ്വലിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നതാണോ ഒരു കൺസോർഷ്യത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൺസോർഷ്യമാണ്. കാരണം ഒരു ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റാനുള്ള സാധ്യതകളുണ്ട്. ഒരു കൺസോർഷ്യത്തിനായിട്ട് അത് ഉണ്ടാവില്ല. 2, ഈ ബിസിനസ് വളർത്താൻ ഇവർ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്തരം 10-20 പേരുടെ ബുദ്ധി അതിൽ പ്രവർത്തിക്കും. അപ്പം അവിടെയാണ് ഈ നെറ്റ്വർക്കിങ്ങിന്റെ വലിയ സാധ്യതകൾ തുറന്നു വരുന്നത് മനസ്സിലാക്കുക.